ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയൻകുട്ടനെ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിക്രം. അതിൻ്റെ ഇടയിൽ അനിയൻകുട്ടനെ സംസാരിപ്പിക്കാനുള്ള ചെറിയ ശ്രമമൊക്കെ നടത്തി നോക്കുന്നുണ്ട്. അന്നേരം വിക്രം ഇങ്ങനെ അനിയൻകുട്ടനോട് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അനിയൻകുട്ടൻ സംസാരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോൾ വേദ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് വേദ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വിക്രം അനിയൻകുട്ടനെ സംസാരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്ന് വേദയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട്, അനിയൻകുട്ട, അന്ന് കുത്ത് കൊണ്ടത് ഓർമ്മയില്ലേ? അന്ന് ആശുപത്രി കിടന്നത് ഇടയിൽ കയറി വന്നിട്ട് ഇന്നിപ്പോൾ അതേ വേദനയോട് അയാൾ അങ്ങനെ പെരുമാറിയപ്പോഴേ ശരിക്കും ഞാൻ അയാളെ തല്ലൊന്ന് വിചാരിച്ചതാ. നീ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഞാൻ ചെയ്തേനെ. എനിക്കൊരു ധൈര്യമാണല്ലോ. പിന്നെ അന്നത്തെ ആശുപത്രി കേസും കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. എന്തോരം ദിവസം നീ ആശുപത്രി കിടന്നു. എനിക്ക് കുത്ത് കിട്ടാൻ പോയപ്പോൾ നീ ഇടയിൽ കയറിയതല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയൻകുട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും തോന്നിങ്ങനെ പറയണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷെ അനിയൻകുട്ടനാണ് യാതൊരുവിധ പ്രതികരണവും ഇല്ലാതെ ഇങ്ങനെ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം കഞ്ഞി കോരിക്കൊടുത്ത് ലാസ്റ്റ് ആകുമ്പോൾ അനിയൻകുട്ടൻ വായ തുറക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞി മതിയായി എന്നുള്ളത് വിക്രമിന് മനസ്സിലാവാണ്. അപ്പോൾ വിക്രം ആ പാത്രമൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ വേദ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വേദ പിന്നീട് കൂടെ ചെന്നിട്ടാക്കി എണ്ണം വാങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കോളാം എന്ന് പറഞ്ഞാൽ വിക്രം പറഞ്ഞു, വേണ്ട, ഇതൊക്കെ ഞാൻ കഴിക്കോളാം. അതിനെന്താ, ഞാൻ കഴിക്കോളാം, ഇങ്ങ് തായോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പാത്രവും കപ്പൊക്കെ വാങ്ങിച്ചിട്ട് കഴുകാണ്. അന്നേരം വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നത്, തൻ്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്, എന്താ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല പറയ് എന്ന് പറയട്ടോ. വിക്രം അനിയൻകുട്ടനായിട്ട് സംസാരിക്കുന്നത് കേട്ട് നിന്നപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞതാ. ഞാൻ അവനെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ച് നോക്കിയതാണെന്ന് പറയും. എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണേ. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോയിട്ട് അപ്പോൾ പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പുറത്ത് വന്ന് നിന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ തോട്ടത്തിലെ കാര്യമൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നാളെ എന്തായാലും അച്ഛനോട് പറയണം. നീ ഇപ്പോൾ തൽക്കാലം ഇതാരോട് പറയാൻ നിൽക്കണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മേരി ചേച്ചിയോട് പറയാം. എത്ര ആൾക്കാരെയാണ് അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതങ്ങനെ വിടാൻ പറ്റൂല. എന്തായാലും നമുക്ക് അത് അറിയിക്കുക തന്നെ വേണം. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ തീരുമാനിച്ചോളൂ എന്താണ് വേണ്ടതെന്നുള്ളതെന്നൊക്കെ അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ശരി, ഞാൻ നാളെ എന്തായാലും അച്ഛനെ കണ്ട് സംസാരിക്കാം. അപ്പം ഞാൻ മേരി ചേച്ചിനോട് പറയാം. മേരി ചേച്ചി മറ്റുള്ളവരോടൊക്കെ പറഞ്ഞോളൂ എന്ന് പറയുകയാണേ. എന്നാൽ ശരി, നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറയും, ദേ ഇവിടെ നല്ല മഞ്ഞുണ്ട് ഇട്ടെന്ന്, അപ്പോൾ അതുകൊണ്ട് വാ അകത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുകയാണേ. പിന്നെ കാണിക്കുന്നത് അനിയൻകുട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥനയൊക്കെ നടത്താണ് പള്ളിയിലച്ഛൻ പള്ളിയിൽ കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞ് കൈയും കാലൊക്കെ കഴുകി ഷർട്ടൊക്കെ ഇട്ടിട്ട് മേടയിലേക്ക് വരികയാണേ. അന്നേരം അച്ഛൻ പറയുന്നുണ്ട്, അനിയൻകുട്ടനെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ വിക്രം പോകുമ്പോൾ എന്ന് പറയും കേട്ടോ. ശരി അച്ഛാന്ന് പറയും കേട്ടോ. പിന്നെ പണിയുടെ എടുക്കുന്ന കൂലിയൊക്കെ നന്നായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. കണക്ക് പറഞ്ഞ് കപ്പ്യാരോട് വാങ്ങിച്ചോ. അയാളെ ഇത്തിരി പിശുക്കനാണ്. കാര്യം പള്ളിയുടെ കാശ് കാണുന്നുണ്ടെങ്കിലും പണം കൊടുക്കാനായിട്ട് മടിയാണ് അവന്. അപ്പോൾ പണമൊക്കെ എനിക്ക് കറക്റ്റായിട്ട് തരുന്നുണ്ട് അച്ഛൻ എന്ന് പറയട്ടോ. ആണോ, എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയട്ടെ. എന്താണെങ്കിലും പറയണോ എന്ന് പറയട്ടെ. ഞാൻ രാവിലെ തുടങ്ങി ആലോചിക്കുന്നതാണ് പറയാൻ, പക്ഷേ അത് അച്ഛന് തിരക്കായതുകൊണ്ട് താൻ പറഞ്ഞോ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, തോട്ടത്തിൽ ഒരു വലിയ അഴിമതി നടക്കുന്നുണ്ട് അച്ഛോ എന്ന് പറയാൻ കേട്ടോ. അഴിമതിയോ? താൻ എന്തേ പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ. അതെ അച്ഛോ, അഫിഡവിറ്റിൽ ഒപ്പിടിയിപ്പിക്കുമ്പോൾ അതിലെഴുതുന്ന പണം എല്ലാ തൊഴിലാളികൾക്കും നൽകുന്നത്. വേദയെ കൊണ്ട് അതുപോലെ ഒരു അഫിഡവിറ്റ് ഒപ്പിടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലെഴുതിയിട്ടുള്ള കൂലി എല്ലാ വേദയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തൊഴിലാളികൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അതൊന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല അച്ഛോ. അപ്പോൾ പിന്നെ കമ്പനി നേരിട്ട് പറ്റിക്കുന്നതായിരിക്കും. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കമ്പനി കറക്റ്റായിട്ട് പണം അയച്ചു കൊടുക്കുന്നുണ്ടാവും. അത് ആ മാനേജർ എടുക്കുന്നതാവാൻ സാധ്യതയുണ്ടെന്ന് പറയും. ശരി, ഒരു കാര്യം ചെയ്യും, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറയുകയാണേ. അങ്ങനെ വിക്രം അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ തോട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മളെ മേരിയും അതുപോലെ തന്നെ വേദയും കൂടിയിട്ട്. അപ്പോൾ ദൂരെ ജോബി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ മേരി വന്നിട്ട് വേദനോട് പറയും, സാധാരണ വേദ ഇവിടെ ഉള്ളപ്പോൾ അങ്ങേര് ഇവിടം വരെ വന്ന് നിൽക്കുന്നതാണല്ലോ, എന്താണാവോ ഒരു അകൽച്ച പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ചോദിക്കാൻ കേട്ടോ. അല്ല, ഈ പൂമ്പാറ്റകളെ തേടി പൂവിനെ തേടി പൂമ്പാറ്റ വരും എന്നൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അങ്ങയുടെ മോന്ത കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് ചക്കമടൽ നോക്കി ഈച്ച വരുന്നത് പോലെ എന്ന് പറയാൻ എനിക്ക് തോന്നുള്ളൂ. ഓഹോ, അപ്പം ഞാൻ ചക്കമടലായല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ വേദ. അയ്യോ അങ്ങനല്ല, മോള് വേറെ ലെവലല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ നോവലിൻ്റെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അപ്പോൾ പറഞ്ഞു, ചേച്ചി നോവലിൻ്റെ കാര്യം പറയണ്ടേ, യഥാർത്ഥത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ കാര്യങ്ങളോ, എന്ത് കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വേദ നടന്ന സംഭവങ്ങൾ മുഴുവനും മേരിനോട് പറയാൻ കേട്ടോ. അപ്പം മേരിക്ക് എന്താ കൊച്ചി പറയുന്നത്, കൊച്ചി പറയുന്നതൊക്കെ കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, അഫിഡവിറ്റിൽ എഴുതിയിട്ടുള്ള പണമല്ല ഇവിടെ തൊഴിലാളികൾക്ക് നൽകുന്നത് എന്ന് പറയും കേട്ടോ.
അപ്പം ഇനി എന്നാ ചെയ്യും? എന്നാ ചെയ്യുന്നു മേരി ചേച്ചി പറയും, നമുക്കിവിടെ സമരം നടത്താം. സമരമോ എന്ന് ചോദിക്കാണ്ട്, ഇത് നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കാണ്ട്. അത് മേരി ചേച്ചി സമ്മതിപ്പിക്കണം കാര്യങ്ങൾ പറഞ്ഞിട്ട്, അല്ലാണ്ട് ഇത്രയധികം പൈസ ഇങ്ങനെ പറ്റിച്ച് ഇങ്ങനെ കൊടുക്കാനായിട്ട് നമ്മൾ അനുവദിക്കണമെന്ന് ചോദിക്കാൻ കേട്ടോ. പക്ഷേ അത് എന്ന് പറയും കേട്ടോ. അപ്പോൾ മേരി ചേച്ചി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാനെന്തായാലും അച്ഛനോടൊന്ന് സംസാരിക്കാം, അച്ഛനോട് സംസാരിച്ചിട്ടേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയുകയാണേ. അത് ശരിയാണ്, അച്ഛനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറയാനിട്ട് രണ്ടുപേരും കൂടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോബിയാണെന്നുണ്ടെങ്കിൽ അവിടെ ദൂരെ നിന്നിട്ട് ഇവരിങ്ങനെ വർത്താനമൊക്കെ പറയണം നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പള്ളിയിൽ അച്ഛൻ അവിടെ വെച്ചിട്ടും അനിയൻകുട്ടനെ എന്തോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അനിയൻകുട്ടൻ്റെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പണിക്കർ അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. രണ്ടും കൂടി ആകുമ്പോൾ അത്ര അധികം ദിവസങ്ങളൊന്നും തനിക്ക് ഇവിടെ തങ്ങേണ്ടി വരില്ല, തിരിച്ചു പോകാം എന്ന് പറയാൻ കേട്ടോ. ശരി അച്ഛോ എന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുശേഷം അച്ഛൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മേരിയും വേദയും കൂടെ വരികയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ വേഗം ഭയങ്കര സന്തോഷത്തിൽ സ്തുതിയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മേരി വരുന്നത്. അങ്ങനെ തോട്ടത്തിലെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മേരി ചേച്ചി, കുറേ ആൾക്കാരോടൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ആൾക്കാർക്കൊക്കെ പേടിയാണ് അച്ഛോ, ഉള്ള ജോലിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള മാർഗ്ഗമല്ലേ എന്ന് പറയാം കേട്ടോ. അതും ശരിയാണ്. പക്ഷേ ഇത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് കമ്പനി ഇത് അറിയിക്കണം, എന്നിട്ട് ഒരു ഇൻസ്പെക്ഷന് ആയിട്ട് നടത്തുകയും വേണം കമ്പനിക്കാർ തന്നെ വന്നിട്ട്. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞു അങ്ങനെ തന്നെ വേണം. അപ്പം നാളെ തുടങ്ങി സമരം തുടങ്ങല്ലേ? അതേ വെച്ചോ. എന്താണ് ആക്ഷൻ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഗരാവുകയാണോ വെച്ചോ. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെയും ദേഹോപദ്രവം ചെയ്യാതെയും വേണം സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താ മേരി ശരിയല്ലേ ചോദിക്കാൻ കേട്ടോ. ശരിയാണ് അച്ചോ. എന്തപ്പം നോവലൊന്നും വായിക്കാറില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. ഉണ്ടച്ചോ, ചെറിയ രീതിയിൽ. എന്തായാലും പള്ളിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു ഭർത്താവ് എൻ്റെ ഭാര്യയുടെ നോവല് വായന നിർത്തണേന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാം കേട്ടോ. ഇടയ്ക്കൊക്കെ ബൈബിളും കൂടെ വായിക്കണേ മേരി എന്ന് പറയട്ടോ പള്ളിയിലച്ഛൻ. ഉവ്വച്ചോ എന്ന് പറയട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പിന്നെ പ്രമോ കാണിക്കുന്നത് നമ്മുടെ വേദയും വിക്രമും കൂടിയിട്ട് അടുക്കള ജോലിയൊക്കെ ഒരുമിച്ച് ചെയ്യാനുണ്ട്. ഒരാൾ ചപ്പാത്തി ചൂടുന്നുണ്ട്, ഒരാൾ കറിക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ അരിയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ആ താലിക്ക് എൻ്റെ കഴുത്തിൽ മനസ്സമാധാനത്തോടു കൂടി വന്ന് വീഴാനുള്ളൊരു യോഗം ഇല്ല എന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയുകയാണ്. അന്നേരം വിക്രം പറയും താലിനൊന്നും ഒരു കാര്യമില്ല എന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയാം അത് ശരിയാണ്, താലിനൊന്നും ഒരു കാര്യമില്ല, മനുഷ്യർ തമ്മിലുള്ള അടുപ്പവും സ്നേഹമൊക്കെയാണ് കാര്യം. അത് വിക്രമിൻ്റെ വീട്ടിൽ വന്ന ഒരു വർഷത്തിനുള്ളിലാണ് എനിക്കതൊക്കെ മനസ്സിലായത് എന്നൊക്കെ വേദ ഇങ്ങനെ വിക്രമിനോട് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് താലിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ അങ്ങനെ അതിൻ്റേതായ രീതിയിൽ നടക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വേദ ഇങ്ങനെ ക്യാരറ്റ് അരിയാണ്. അപ്പോൾ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ ക്യാരറ്റ് അരിഞ്ഞ സമയത്ത് കയ്യിൽ കത്തി കൊണ്ടിട്ട് കൈ മുറിയുന്നുണ്ട്. അപ്പോഴേക്ക് വിക്രം ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ ആയിട്ട് പ്രമോയിൽ കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.